Hi everyone. In this video, we are going to discuss the differences between zone plate and convex lens. Okay, so in the last class, we have already discussed about zone plates, isn't it? And നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കൺവേർജിങ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ ആൻഡ് we have already discussed the corresponding equation and we have found that the equation that we are getting for the zone plate is similar to that of the lens equation, isn't it? അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും തമ്മിലൊരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു സോൺ പ്ലേറ്റ് ഒരു കൺവേർജിങ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറൻസസ് ഓർ വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ദാറ്റ് ഈസ് ഓൾസോ ബീങ് ഡിസ്കസ്ഡ് ബിറ്റ്വീൻ ദിസ് കോൺവെക്സ് ലെൻസ് ആൻഡ് ദി സോൺ പ്ലേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോൺ പ്ലേറ്റിൻ്റെ ഫോക്കൽ ലെങ്ത് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ദാറ്റ് ഇസ് 1/f ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഡിവൈഡഡ് ബൈ ആർ എൻ സ്ക്വയർ. ഓക്കെ, ആൻഡ് ഓഫ് ദാറ്റ് ഓഫ് ദി കോൺവെക്സ് ലെൻസ് നമുക്കറിയാം ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു 1/f. ഓക്കെ, അവിടെ അത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് റോങ് ആയിട്ടുള്ള ഇക്വേഷനാണ്, മിറർ ഇക്വേഷനാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ യു ഹാവ് ടു ചേഞ്ച് ഇറ്റ്. ഐ ഹാവ് റിട്ടേൺ ഇറ്റ് അറ്റ് ദി ടോപ്പ് the lens equation. Okay, so these are the differences in that equation. നെക്സ്റ്റ് പറയുന്നത് സോൺ പ്ലേറ്റിൽ ഈ ഫോക്കൽ ലെങ്ത് ആസ് യു ക്യാൻ സീ ഇൻ ദ ഇക്വേഷൻ ഫോക്കൽ ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓർ ഡയറക്ട്ലി ഇറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ വേവ് ലെങ്ത് ലാംഡ, ഇസ്ന്റ് ഇറ്റ്? സോ വേവ് ലെങ്ത് ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഓരോ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ആ സോൺ പ്ലേറ്റ് ക്രൊമാറ്റിക് അബറേഷൻ കാണിക്കും. Okay, and it is forming a real image. Now coming to convex lens, അവിടെ നമുക്ക് കാണാം ഈ ഫോക്കൽ ലെങ്ത് ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ലെൻസ് ഇക്വേഷനിലല്ല നോക്കേണ്ടത്, അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു ഇക്വേഷനും കൂടി കാണാം. ഓക്കെ, 1/f ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കാണാം. ദാറ്റ് ഈസ് ആക്ച്വലി ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നേ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ അവിടെ നമുക്ക് കാണാം ഈ ഫോക്കൽ ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് n ഇസ് ഈക്വൽ ടു c/v, isn't it? Where v is nu lambda. So n is depending upon wavelength lambda. സോ ഫോക്കൽ ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം, വേവ് ലെങ്ത് ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ക്രൊമാറ്റിക് അബറേഷൻ കിട്ടും. ആൻഡ് ഇവിടെ ഫോം ചെയ്യുന്നതും ഒരു റിയൽ ഇമേജ് തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദ ആസ് എ സെക്കൻഡ് പോയിന്റ്. സോ അവിടെ ഒരു സിമിലാരിറ്റിയാണ് ആക്ച്വലി പറയുന്നത് സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും തമ്മിൽ. ഓക്കെ, രണ്ടും ഫോക്കൽ ലെങ്ത്തിൽ, രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത്ത് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ക്രൊമാറ്റിക് അബറേഷൻ കാണിക്കും ആൻഡ് ഇറ്റ് ഈസ് ഫോമിങ് റിയൽ ഇമേജ്. ഓക്കെ, ഇനി സോൺ പ്ലേറ്റിൻ്റെ കേസിൽ നമുക്ക് ഒരു ഫോക്കസ് അല്ല മൾട്ടിപ്പിൾ ഫോക്കസുകൾ ഉണ്ടാവാം. ഓക്കെ, ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഫോക്കായി ആൻഡ് ഇഫ് 2p മൈനസ് 1 is the number of half period elements in each zone. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോക്കൽ ലെങ്ത്തിന് ഇക്വേഷൻ എഴുതാം എഫ് പി ഇസ് ഈക്വൽ ടു ആർ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2p മൈനസ് 1 ഇൻറ്റു എൻ ലാംഡ. അതായത് സോൺ പ്ലേറ്റിൽ ഒന്നിൽ കൂടുതൽ ഫോക്കസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കോൺവെക്സ് ലെൻസിൽ ഒരു സിംഗിൾ ഫോക്കസ് ആണ് ഉണ്ടാവുള്ളൂ. ആ ഫോക്കസിൻ്റെ ഇക്വേഷനാണ് 1/f ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഓക്കെ, now coming to the fourth point, zone plate in the case all the waves reaching the image point through consecutive transparent zones have a path difference of lambda. Okay, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൺ പ്ലേറ്റിൻ്റെ കേസിൽ you can see all the waves reaching the image point through the consecutive transparent zones have a path difference of lambda. ഓരോ സോൺസും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പെറൻറ്റ് സോൺസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? ലാംഡ ആയിരിക്കും. കാരണം ഒരു സോൺ ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ അടുത്ത സോൺ ഒപ്പാക്ക് ആയിരിക്കും, നെക്സ്റ്റ് സോൺ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും അല്ലേ. സോ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സോൺസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/2 ആണ്. അതിൽ നിന്ന് വരുന്ന വേവ്സിൻ്റെ പാത്ത് ഡിഫറൻസ് λ/2 ആണ്. സോ ഇവിടെ ട്രാൻസ്പാരൻറ്റ് സോൺസ്
ഒന്ന് ട്രാൻസ്പാരൻറ്റ്, ഒന്ന് ഒപ്പാക്ക്, ഒന്ന് ട്രാൻസ്പാരൻറ്റ്, അങ്ങനെയാണ് വരുന്നത്. സോ രണ്ട് ട്രാൻസ്പാരൻറ്റ് സോൺസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? ലാംഡ ആയിരിക്കും. ഓക്കെ, ഇനി കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഓൾ വേവ്സ് റീച്ചിങ് ദ ഇമേജ് പോയിന്റ് ഹാവ് സെയിം ഒപ്റ്റിക്കൽ പാത്ത്. അവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല. എല്ലാ വേവ്സും, ഓക്കെ, ഇമേജ് പോയിന്റിൽ എത്തുന്ന എല്ലാ വേവ്സിനും സെയിം ഒപ്റ്റിക്കൽ പാത്ത് ആയിരിക്കും. ദർ ഇസ് നോ പാത്ത് ഡിഫറൻസ്. ഓക്കെ, and the next point is, in case of sound plate, you can see that the focal length of violet is greater than focal length of red. Okay, we told that for different wavelength of light, the focal length will be different, and it is more for violet in case of sound plate. Okay, you can see the dependence of focal length and wavelength. Equation നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മുടെ സോൺ പ്ലേറ്റിൽ വരുന്നത്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ കൺക്ലൂഡ് ദിസ് വൺ. ഓക്കെ, കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് ഓഫ് വയലറ്റ് ഇസ് ലെസ് ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ്. അവിടെ ഇക്വേഷനിൽ നമുക്ക് ഡിപ്പെൻഡൻസി നോക്കിക്കഴിഞ്ഞാൽ അത് ഫോക്കൽ ലെങ്ത് ഓഫ് വയലറ്റിൻ്റെ ആണ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് എന്ന് കാണാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇമേജ് ലെസ് ആണ് സോൺ പ്ലേറ്റിൻ്റെ കേസിൽ. പക്ഷേ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി ഗ്രേറ്റർ ആയിരിക്കും. Okay, so these are the basic differences between sound plate and convex lens. This is how we are comparing this sound plate and the convex lens. Okay, so I think it's clear to you. Now we are going to discuss about half period zones on a cylindrical wavefront. Okay, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ ആ കേസിൽ ഹാഫ് പീരീഡ് സോൺസ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതും നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ ഫ്രെനൽ ഡിഫ്രാക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻപുട്ട് വേവ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്ഫിറിക്കൽ വേവ് ആവാം അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ആവാം. ഓക്കെ, സോ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ കേസാണ്. So we are going to discuss half period zones on cylindrical wavefront. Okay, so ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ കേസിലുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഫിഗറിൽ ഒരു സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടിന് പകരം ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണുള്ളത്. സോ സ്ഫിറിക്കൽ വേവിനെ നമ്മൾ കുറേ ഹാഫ് പീരീഡ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതുപോലെ ഇവിടെ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ സോൺസ് എന്നല്ല അതിന് പെർട്ടിക്കുലർലി പറയാം. നമ്മൾ ഈ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിനെ കുറേ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആസ് യു ക്യാൻ സീ ഇൻ ദാറ്റ് ഫിഗർ കുറേ സ്ട്രിപ്സുകളായിട്ട് M1 M2 അങ്ങനെ ഓരോ സ്ട്രിപ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രിപ്സുകളെല്ലാം സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ ഒറിജിൻ ആണ്. Okay, that is secondary wavelets will get originated from these strips. Okay, and ഓരോ സ്ട്രിപ്പ് 2 consecutive സ്ട്രിപ്സുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും λ/2 ആണ്. ഇൻ കേസ് ഓഫ് സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടും അത് λ/2 ആയിരുന്നു. ഇവിടെയും നമ്മുടെ പാത്ത് ഡിഫറൻസ് വരുന്നത് λ/2 ആണ്. ആൻഡ് ആസ് എ റിസൾട്ട് നമ്മുടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പൈ. Because we know that phase difference is nothing but 2 pi by lambda into path difference. So if path difference is λ/2, then the phase difference will be 2 pi by lambda into λ/2. That we will be getting it as pi. ഇത് നമ്മുടെ spherical wave friendലും സെയിം കേസ് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. Okay, now you can just see that figure. In that figure, similar to that of spherical wavefront, we have marked different lengths. സോഴ്സും ഒബ്സ്റ്റാക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എ. ദെൻ ഒബ്സ്റ്റാക്കിളും നമ്മുടെ പോയിന്റ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബി. അതുപോലെ പിയിലേക്ക് ഓരോ സ്ട്രിപ്സ് കാരണം ഉണ്ടാവുന്ന ലെങ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ബി പ്ലസ് λ/2, ബി പ്ലസ് 2 λ/2, അങ്ങനെ ബി പ്ലസ് n λ/2 വരെ നമുക്ക് കിട്ടും. ആൻഡ് ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ MN S ആൻഡ് SO, ആ ആംഗിൾ എന്ന് പറയുന്നത് θn ആണ്. അതായത് nth സ്ട്രിപ്പ് ഈ സോഴ്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θn ആണ് നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഹാഫ് പീരീഡ് സോൺസ് എന്നല്ല പറയുക, നമ്മൾ സ്ട്രിപ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇൻ കേസ് ഓഫ് സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട്. ഇനി നമ്മൾ നേരത്തെ ഹാഫ് പീരീഡ് സോൺസിൻ്റെ ഏരിയ കണ്ടതുപോലെ നമുക്കിവിടെ ഹാഫ് പീരീഡ് സ്ട്രിപ്സിൻ്റെ ഏരിയ കണ്ടു നോക്കാം. സോ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലോ ഓഫ് കൊസൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ സീ ഇൻ ദ വി ആർ ടേക്കിംഗ് ദിസ് ലോ ഓഫ് കൊസൈൻസ് ഓൺ ദ ട്രയാങ്കിൾ SMNP. Okay, so if you take the law of cosines in this triangle, you can get
PMN square is equal to SMN square plus SP square minus 2SMN SP cos theta എന്ന് കിട്ടും നമുക്ക്. Okay. And what is this law of cosines? It is given there as a figure. You can see it at the in that slide. You can see that law of cosines എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യൂ. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് നമ്മൾ സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിലത്തെ ആംഗിൾസ് എ ബി സി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സി എന്ന് പറയുന്ന സൈഡിൻ്റെ സ്ക്വയർ, ഓക്കെ, ദാറ്റ് ഇസ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ ഓഫ് എ പ്ലസ് സ്ക്വയർ ഓഫ് ബി മൈനസ് 2ab കോസ് സി. അതായത് സി എന്ന് പറയുന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളിൻ്റെ കോസ്. ഓക്കെ, ഇതാണ് ലോ ഓഫ് കൊസൈൻസ് എന്ന് പറയുന്നത്. സോ ആ ലോ ഓഫ് കൊസൈൻസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കോസ് തീറ്റേനെ നമ്മൾ നിയർലി ഈക്വൽ ടു 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 എന്ന് എടുക്കുകയാണ്. Okay, because cos theta, you know the expansion of cos theta, right? So here we are taking it as 1 minus theta n square divided by 2. And ഇവിടെ നമുക്ക് കാണാം PM എന്ന് പറയുന്ന ലെങ്ത് B plus n lambda by 2 ആണ്. ഓക്കെ, അതുപോലെ SP, what is SP? SP എന്ന് പറഞ്ഞാൽ A plus B ആണ്. ഓക്കെ, യു വിൽ ഗെറ്റ് PM എന്ന് പറഞ്ഞാൽ B plus n lambda by 2 ആണ്. SMN എന്ന് പറഞ്ഞാൽ A ആണ്. SP എന്ന് പറഞ്ഞാൽ A plus B ആണ്. നമുക്ക് ഫിഗറിന് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ ഫിഗറിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ ഓരോ ഡിസ്റ്റൻസസും നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലൈഡിൽ ഇപ്പോൾ കാണുന്ന പോലെയുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. അതായത് B plus n lambda by 2 the whole square is equal to A square plus A plus B the whole square minus 2A into A plus B into 1 minus theta n square divided by 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ A plus B the whole square എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ ആ ടേംസിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കിട്ടും. അവിടെ നമ്മൾ ലാംഡ സ്ക്വയർ ടേംസിനെ നെഗ്ലക്റ്റ് ചെയ്യാണ്. And then you will get the equation as shown in the slide. Okay, അവിടെ കുറേ ടേംസ് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് BN lambda is equal to A into A plus B theta n square എന്നാണ്. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് തീറ്റ എൻ സ്ക്വയറിനെ BN lambda divided by A into A plus B എന്ന് എഴുതാം. Or theta n can be written as root of B lambda divided by A into A plus B into root n. ഇവിടെ നമ്മൾ റൂട്ട് ബി ലാംഡ ബൈ എ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ആ ടേമിന് കെ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എഴുതാം തീറ്റ എൻ ഇസ് ഈക്വൽ ടു കെ റൂട്ട് എൻ എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ തീറ്റ എൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. സോ ഇവിടെ തീറ്റ എൻ എന്ന് പറയുന്ന ആംഗിൾ, യു ക്യാൻ സീ ദ ഫിഗർ ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തീറ്റ എൻ എന്ന് പറയുന്ന ആംഗിളിനെ നമുക്ക് ആർക്ക് ലെങ്ത് OMN ഡിവൈഡഡ് ബൈ റേഡിയസ് A എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ഇഫ് യു ആർ റൈറ്റിംഗ് ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഷോൺ ഇൻ ദ ഇക്വേഷൻ. ഓക്കെ, ഹിയർ യു ക്യാൻ സീ ദാറ്റ് theta n is arc OMN divided by radius. So from that you can get arc OMN is equal to theta n into radius. Okay, and ഇവിടെ theta n already നമുക്ക് പ്രീവിയസ് ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. theta n എന്താണെന്നുള്ളത് k root n ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു and we took radius as a, isn't it? So we will get arc OMN is equal to a into k into root n. Okay, so this is the length of OMN. ഓക്കെ, ഇനി ഫസ്റ്റ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OM1 ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ, എന്നിന് 1 കൊടുക്കുക. സോ നമുക്ക് AK എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്താണ്. ഓക്കെ, വിഡ്ത്ത് ഓഫ് സെക്കൻഡ് സ്ട്രിപ്പ് ദാറ്റ് ഈസ് OM2 മൈനസ് OM1 ആണ്. ഓക്കെ, സോ OM2 എന്ന് പറയുന്ന ആർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ AK റൂട്ട് എന്നുള്ള ഇക്വേഷനിൽ എന്നിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ യു വിൽ ബി ഗെറ്റിംഗ് റൂട്ട് 2 AK മൈനസ് AK. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു AK ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ഇഫ് യു ടേക്ക് AK കോമൺ ഔട്ട്സൈഡ്. ഇതേപോലെ തേർഡ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, OM3 മൈനസ് OM2. ഓക്കെ, ആ ഫസ്റ്റ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ OM1 ആണ്. സെക്കൻഡ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, OM2 മൈനസ് OM1, അതായത് അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഏരിയ.
ഓക്കെ, നമ്മൾ സ്ഫിറിക്കലിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ. സോ നമുക്ക് തേർഡ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് AK × √3 - √2 എന്ന് കിട്ടും. ഓക്കെ, സോ ഹിയർ വി ആർ ഗെറ്റിംഗ് ദാറ്റ് വിഡ്ത്ത് ഓഫ് ദ സ്ട്രിപ്സ് ആർ ഇൻ ഡിക്രീസിങ് ഓർഡർ. ഓക്കെ, സ്ട്രിപ്സിൻ്റെ വിഡ്ത്ത് എന്താണ്, ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്തിനെക്കാട്ടിലും ചെറുതായിരിക്കും സെക്കൻഡ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത്, അതിനെക്കാട്ടിലും ചെറുതായിരിക്കും തേർഡ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത്. നമ്മൾ ആ √3 √2 ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ വിഡ്ത്ത് ഓഫ് സ്ട്രിപ്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, ആ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രിപ്സിൻ്റെ ഏരിയയും ഡിക്രീസിങ് ഓർഡറിലായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്ട്രിപ്പിൻ്റെ ഏരിയ ആയിരിക്കും ഗ്രേറ്റർ, ദെൻ ഓരോ ഓർഡറിലേക്ക് പോകുന്നതോറും സ്ട്രിപ്പിൻ്റെ ഏരിയ കുറഞ്ഞു വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ കൺക്ലൂഡിങ് ഫ്രം ഹിയർ. ഓക്കെ, ഇനി ഇവിടെ നോട്ടായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാഫ് പീരീഡ് സോൺസിൻ്റെ ഏരിയ ഈക്വൽ ആയിട്ടാണ് കിട്ടിയത് സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ കേസിൽ. ഓക്കെ, സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ കേസിൽ നമ്മൾ ഹാഫ് പീരീഡ് സോൺസ് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഹാഫ് പീരീഡ് സ്ട്രിപ്സ് എന്നാണ്. ആൻഡ് ഹാഫ് പീരീഡ് സ്ട്രിപ്സിൻ്റെ ഏരിയ നമുക്ക് ഡിക്രീസിങ് ഓർഡറിലാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഹാഫ് പീരീഡ് സോൺസിൻ്റെ ഏരിയ ഈക്വൽ ആണ്, ഹാഫ് പീരീഡ് സ്ട്രിപ്സിൻ്റെ ഏരിയ എന്താ, ഡിക്രീസിങ് ഓർഡറിലാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ടു യു, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് P. ഓക്കെ, സോ നമ്മൾ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ കേസിൽ കൺസിഡർ ചെയ്ത പോലെ ഇവിടെയും നമ്മൾ ഒരു ഫിഗർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ R1 R2 R3 എക്സിട്ര അപ് ടു RN ആണ് ഹാഫ് പീരീഡ് സോൺസ് കാരണം ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണ് കാരണം ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് R1, സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ കാരണം ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് R2 ആൻഡ് എക്സിട്ര അപ് ടു RN. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഈ ആംപ്ലിറ്റ്യൂഡ്സ് ഡിക്രീസിങ് ഓർഡറിലായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ്ലി അതെന്തായിരിക്കും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, പാത്ത് ഡിഫറൻസ് λ/2 ഉണ്ട് ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ സ്ഫിറിക്കലിൻ്റെ കേസിൽ എടുത്ത പോലെ തന്നെയാണ്. സോ നമുക്ക് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് P ഡ്യൂ ടു ദ സ്ട്രിപ്സ് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് O, അതായത് Oൻ്റെ അപ്പർ സൈഡിലുള്ളത് M1 M2 M3 ആ സ്ട്രിപ്സ് കാരണം ഉണ്ടാവുന്ന റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, R1 - R2 + R3 - എക്സിട്ര ± RN വരെ കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു R1/2. ഇത് ഓൾറെഡി നമ്മൾ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ കേസിൽ കണ്ടിട്ടുള്ളതാണ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1/2 ആണ്, അതായത് അപ്പർ സൈഡത്തെ സ്ട്രിപ്സ് കാരണം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് P ഡ്യൂ ടു സ്ട്രിപ്സ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് Oൻ്റെ ലോവർ പോർഷനിൽ വരുന്ന സ്ട്രിപ്സ് കാരണം ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അതും എന്തായിരിക്കും, R1/2 ആയിരിക്കും. സോ നമുക്ക് ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ത് കിട്ടും Pയിൽ, R1/2 + R1/2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു R1. അതായത് അപ്പർ റീജിയനിലുള്ള സ്ട്രിപ്സ് കാരണം Pയിൽ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് R1/2 ആണ്. അതുപോലെ തന്നെ ലോവർ സ്ട്രിപ്സ് കാരണം Pയിൽ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡും R1/2 ആണ്. സോ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് R1/2 + R1/2 വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഈക്വൽ ടു R1. ഓക്കെ, ആൻഡ് ഇവിടെ R1 ആണ് നമ്മുടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്. സോ ഇൻറ്റൻസിറ്റി I വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R1². ഓക്കെ, now we have to discuss about diffraction of a cylindrical wavefront at a straight edge. ഓക്കെ, അതായത് AO എന്ന് പറയുന്നത് ഒരു ഒബ്സ്റ്റാക്കിൾ ആണ്. ആ ഒബ്സ്റ്റാക്കിളിന് ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ട്. അതാണ് O എന്ന് പറഞ്ഞിട്ട് അവിടെ ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, AO is the obstacle and O is its sharp edge. ഓക്കെ, S എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. പിന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സ്ക്രീന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്നത് ഒരു സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. സോ നമുക്കറിയാം ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് C എന്ന് പറയുന്ന പോയിന്റിന് മുകളിൽ നമുക്ക് ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഉണ്ടാവും. C എന്ന് പറയുന്ന പോയിന്റിന് താഴെ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ it is observed that there are few fringes above C and below C. ഓക്കെ, സിയുടെ മുകളിലും നമുക്ക് ഫ്യൂ ഫ്രിഞ്ചസ് കിട്ടും, അതുപോലെ സിയുടെ താഴെയും നമുക്ക് ഫ്യൂ ഫ്രിഞ്ചസ് കിട്ടും. കാരണം എന്താണ്, ആ ഷാർപ്പ് എഡ്ജിൽ ലൈറ്റ് ഡിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ ലൈറ്റ് വിൽ എൻറോച്ച് ഇറ്റ്സ് ജിയോമെട്രിക്കൽ ഷാഡോ ആൻഡ് വിൽ ഗെറ്റ് സം ഇൻറ്റൻസിറ്റി ബിലോ സി ഓൾസോ.
പക്ഷേ ആ സിയുടെ ബിലോ വരുന്ന ഇൻറ്റൻസിറ്റീസ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഡിസ്റ്റൻസ് കൂടുന്തോറും, താഴത്തേക്ക് ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി അറ്റ് പി എബവ് സി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, so in order to find that, we are dividing the wavefront into half period strips. Okay, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് അറ്റ് പി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു എൻറ്റയർ അപ്പർ ഹാഫ് ഓഫ് വേവ് ഫ്രണ്ട് പ്ലസ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു എക്സ്പോസ്ഡ് പോർഷൻ ഓഫ് ലോവർ ഹാഫ് ഓഫ് വേവ് ഫ്രണ്ട്. അപ്പർ പോർഷനിൽ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡിൻ്റെയും ലോവർ പോർഷനിൽ ഉണ്ടാവുന്ന ആ സ്മോൾ ഇൻറ്റൻസിറ്റിയുടെയും സം ആയിരിക്കും ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ അപ്പർ ഹാഫ് കാരണം ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് R1/2 ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ലോവർ ഹാഫിൽ ഒരു ഹാഫ് പീരീഡ് സ്ട്രിപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഹാഫ് പീരീഡ് സ്ട്രിപ്പിൻ്റെ ആംപ്ലിറ്റ്യൂഡ് R1 ആയിരിക്കും. ഓക്കെ, ഇഫ് കംപ്ലീറ്റ് ഹാഫ് പീരീഡ് സ്ട്രിപ്പ് ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദാറ്റ് ഇൻറ്റൻസിറ്റി, ദെൻ ദ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു R1. സോ മുകളിൽ നിന്നുള്ളത് R1/2 ഉണ്ട്, താഴത്തെ പോർഷനിൽ R1 ഉണ്ട്. സോ നമ്മുടെ റിസൾട്ടൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് R1/2 പ്ലസ് R1 ആയിരിക്കും, ദാറ്റ് ഇസ് 3/2 R1. So intensity will be directly proportional to 3/2 R1 the whole square, or you will get it as intensity is directly proportional to 9/4 R1 square. Okay, and ഈ പോയിന്റിൽ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഇനി നമ്മുടെ അപ്പർ പോർഷൻ കാരണം ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി R1/2ഉം ലോവർ പോർഷനിൽ 2 ഹാഫ് പീരീഡ് സോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് 2 ഹാഫ് പീരീഡ് സ്ട്രിപ്സ്. ദെൻ നമ്മുടെ താഴത്തെ ഭാഗത്തു നിന്നുള്ള ലോവർ പോർഷനിൽ നിന്നുള്ള ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് R1 മൈനസ് R2 ആയിരിക്കും. അതായത് R1 എന്ന് പറയുന്നത് R2നേക്കാൾ അത് രണ്ടും ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. സോ വി ക്യാൻ ടേക്ക് R1 മൈനസ് R2. സോ മുകളിൽ നിന്നുള്ളത് R1/2 ഉണ്ട്, താഴെ നിന്നുള്ളത് R1 മൈനസ് R2 ഉണ്ട്. സോ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ R1/2 പ്ലസ് R1 മൈനസ് R2 കിട്ടും. ആൻഡ് ഇത് നമ്മൾ ഈ R1 മൈനസ് R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ഗെറ്റ് സം പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ആൻഡ് വി ആർ adding that to R1/2. സോ ദാറ്റ് ഹോൾ ക്വാണ്ടിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ R1/2 അല്ലേ. And here we get the intensity at P. I will be directly proportional to R1 square by 4. അതായത് R1/2 the whole square. അതിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും, but approximately we can say that it will be directly proportional to R1 square divided by 4. ഈ പോയിന്റിൽ നമുക്ക് ഒരു ഡാർക്ക് ഫ്രിഞ്ച് ആണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അതായത് ലോവർ പോർഷനിൽ ഒരു ഹാഫ് പീരീഡ് സ്ട്രിപ്പാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടും. 2 ഹാഫ് പീരീഡ് സോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ആസ് എ റിസൾട്ട് വിൽ ഗെറ്റ് എ ഡാർക്ക് ഫ്രിഞ്ച് ആൻഡ് സോ ഓൺ. ഓക്കെ, സോ ഇൻറ്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഗോസ് ഓൺ ഡിക്രീസിങ് ആസ് വി മൂവ് അവേ ഫ്രം സി. നമ്മൾ സിന്ന് ഇഫ് യു ആർ മൂവിങ് അവേ ഫ്രം ദാറ്റ്, ദെൻ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, കൂടി വരും. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്കൊരു യൂണിഫോം ഇൻറ്റൻസിറ്റിയാണ് കിട്ടുക. So intensity of bright fringes goes on decreasing as we move away from C, and intensity of darkness goes on increasing as we move away from C, and finally there will be uniform intensity. Okay, ഇനി ഈ കേസിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് പൊസിഷൻസ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി ആണ്. സോ അഗൈൻ നമ്മൾ അവിടെ ഒരു ഫിഗർ കൺസിഡർ ചെയ്തിട്ടുണ്ട്, സിമിലർ ടു ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. സോ എസ് ഇസ് എ സോഴ്സ് ഓഫ് ലൈറ്റ്. ഒ എന്ന് പറയുന്നത് AO എന്ന് പറയുന്നതാണ് ഒബ്സ്റ്റാക്കിൾ. ആ ഒബ്സ്റ്റാക്കിളിൻ്റെ ഒരു ഷാർപ്പ് എഡ്ജാണ് O എന്ന് പറയുന്നത്. അവിടെ ഡിഫ്രാക്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. XY എന്ന് പറയുന്നത് അവിടുത്തെ സ്ക്രീനാണ്. P എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലെ ഇൻറ്റൻസിറ്റി ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, ഇനി ആ P എന്ന് പറയുന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി എപ്പോഴാണ് ദാറ്റ് മീൻസ് എപ്പോഴാണ് നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടുകയെന്നും എപ്പോഴാണ് നമുക്ക് ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ OA എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് എഡ്ജാണ്. CP എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ X ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു OP മൈനസ് O'P. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം OPയും O'Pയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, OP എന്ന് പറഞ്ഞാൽ നമുക്ക് OPC എന്നുള്ള ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് OP ഈക്വൽ ടു √(b² + x² എന്ന് കിട്ടും. ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് b² + x² ഹോൾ റേസ് ടു 1/2. ഇനി O'P എന്തായിരിക്കും ഫിഗറിന്ന്,
O prime P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S O prime O prime P is nothing but SP minus S O prime, isn't it? SP minus S O prime. അതാണ് തേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ട്രയാങ്കിൾ എസ് പി സി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എസ് പി സി. എസ് പി സിയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എസ് പിയുടെ ലെങ്ത് കിട്ടും. ആൻഡ് വിൽ ഗെറ്റ് ഇറ്റ് ആസ് എസ് പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. യു ക്യാൻ ജസ്റ്റ് സീ ദ ഫിഗർ ആൻഡ് കമ്പയർ ഇറ്റ്. ഓക്കെ, സോ നമുക്ക് എസ് പി നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് കിട്ടി. ഇനി ഫിഗറിൽ നിന്ന് എസ് ഒ പ്രൈം എന്ന് പറയുന്നത് എ ആണ്, ലെങ്ത് എ ആണ്. യു ക്യാൻ സീ ദാറ്റ് എസ് ഒ പ്രൈം ഇസ് എ. ഓക്കെ, നമ്മൾ പ്രീവിയസ് കേസസിൽ എടുത്തിരുന്ന പോലെ തന്നെ. സോ ഇപ്പം നമുക്ക് എസ് പിയും കിട്ടി, എസ് ഒ പ്രൈമും കിട്ടി. സോ തേർഡ് ഇക്വേഷനിൽ ഈ എസ് പിയും എസ് ഒ പ്രൈമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒ പ്രൈം പി കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എ എന്ന് കിട്ടും. ഓക്കെ, സോ ഇപ്പം നമുക്ക് ഒ പ്രൈം പിയും കിട്ടി, ഒ പിയും കിട്ടി. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഒ പി മൈനസ് ഒ പ്രൈം പിയിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 മൈനസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 പ്ലസ് എ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ്ലി ഒരു ഡെറിവേഷനിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ടേമിൽ നിന്ന് ഓക്കെ നമ്മൾ ബി സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. സോ ബി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് കിട്ടും, ഹോൾ റേസ് ടു 1/2. അതുപോലെ സെക്കൻഡ് ടേമിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വി ആർ ടേക്കിംഗ് ഇറ്റ് ഔട്ട് സൈഡ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കാണാം ബി സ്ക്വയർ ഹോൾ റേസ് ടു 1/2 നമുക്ക് ബി എന്ന് എഴുതാം. ഓക്കെ, ദെൻ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഉണ്ട്. അവിടെ നമ്മൾ പ്രീവിയസ് ഒരു ഡെറിവേഷനിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 1 പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എന്നിനെ 1 പ്ലസ് എൻ എക്സ് എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഹോൾ റേസ് ടു 1/2നെ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ബി സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ സെക്കൻഡ് ടേമിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. സോ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആ ടേംസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബി ആൻഡ് എ ടേംസ് ആർ ഗെറ്റിംഗ് ക്യാൻസൽഡ്. ആൻഡ് ആസ് എ റിസൾട്ട് ഫൈനലി വി ഗെറ്റ് നമ്മൾ ആ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു എ ബൈ ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ്. ഇവിടെ ഡെൽറ്റ 2n-1 ലാംഡ ബൈ 2 ആണെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം ഇൻറ്റൻസിറ്റി ആണ് കിട്ടുക. പോയിന്റ് പി എന്ന് പറയുന്നിടത്ത് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. സോ നമ്മൾ ആ ഡെൽറ്റ ഈക്വൽ ടു 2n-1 ലാംഡ ബൈ 2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ് സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആൻഡ് ദെൻ വിൽ ഗെറ്റ് എക്സ് എൻ ഫ്രം ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2n-1 ഇൻറ്റു എ പ്ലസ് ബി into b lambda by a. Okay, and this xn is the distance of the nth bright band from C. Okay, ഇതാണ് ബ്രൈറ്റ് ബാൻഡ് കിട്ടാനുള്ള കണ്ടീഷൻ. ഇനി പി മിനിമം എപ്പോഴാണ് കിട്ടുക? ഡെൽറ്റ എൻ ലാംഡ ആകുമ്പോഴാണ് കിട്ടുക. സോ അഗൈൻ നമ്മൾ ആ ഡെൽറ്റയ്ക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു എ ബൈ ബി ഇൻറ്റു എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എൻ ലാംഡ കൊടുത്തിട്ട് അതിൽ നമുക്ക് എക്സ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. വിൽ ഗെറ്റ് ഇറ്റ് ആസ് റൂട്ട് ഓഫ് 2n ഇൻറ്റു എ പ്ലസ് ബി into b lambda by a. Okay, and this is the distance of the nth dark band from C. So dark band കിട്ടുന്ന കണ്ടീഷനും നമുക്ക് അറിയാം, ഇപ്പോൾ ബ്രൈറ്റ് ബാൻഡ് കിട്ടുന്ന കണ്ടീഷനും അറിയാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ആർ ഫൈൻഡിങ് ദ പൊസിഷൻസ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി. അതായത് പി എന്ന് പറയുന്ന സ്ക്രീനിലെ പോയിന്റിൽ എപ്പോഴാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുക എന്നുള്ളതും എപ്പോഴാണ് മിനിമം ഇൻറ്റൻസിറ്റി കിട്ടുക എന്നുള്ളതുമാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആവുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ now we have discussed what happens in case of spherical wave front and what happens in case of cylindrical wave front. Okay, so this is all about diffraction and this is what we have to discuss about Fresnel diffraction. Okay, so I think the topic Fresnel diffraction is clear to you. So what we have discussed from first we have discussed what is meant by Fresnel diffraction and how it is related to Fraunhofer diffraction. Then നമ്മൾ ആ intensity patterns എങ്ങനെയാണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. Then we told a concept about zone plates
and how it is acting as converging lens or convex lens. What are the differences between convex lens and zone plate? And then we have discussed about cylindrical wavefront and how diffraction occurs in that case, isn't it? So these are the things that we have to discuss in Fresnel diffraction. Okay, thank you.